പഴയ നിയമത്തിൽ രസകരമായൊരു സംഭവമുണ്ട്. ദൈവത്തിനെതിരെ ഇസ്രായേൽ ജനം സംസാരിക്കും. അങ്ങനെ സംസാരിക്കുന്നവരെല്ലാവരും സർപ്പത്തിന് ദംശനമേറ്റ് മരിക്കും. ഇത് വലിയൊരു വേദനയായി തോന്നുമ്പോൾ അവരെല്ലാവരും മോശയോട് നിലവിളിച്ച് കരയും. മോശ ദൈവത്തോട് സംസാരിക്കും. ഒടുവിൽ ദൈവം ഒരു പരിഹാരം പറയും. പരിഹാരം ഇങ്ങനെയാണ്: ഒരു പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി ഉയർത്തിപ്പിടിക്കണം. അതിനെ നോക്കുന്നവരെല്ലാവരും ജീവിക്കും. അങ്ങനെ ഒരു പിച്ചള സർപ്പത്തെ നോക്കി ജീവിക്കേണ്ടവരല്ല ഇസ്രായേൽ ജനം. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനു നോക്കി ജീവിക്കണം? അതിനുത്തരം കിട്ടിയത് പുതിയ നിയമത്തിലാണ്. മരുഭൂമിയിൽ മോശ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ പുതിയ നിയമത്തിൽ മനുഷ്യപുത്രൻ ഉയർത്തപ്പെടും. അവനെ നോക്കിയവരെല്ലാവരും രക്ഷ പ്രാപിക്കും. നമുക്കൊക്കെ സങ്കടം വരുമ്പോൾ നമ്മൾ കുറേ മനുഷ്യരെ നോക്കും. അവരെ നോക്കി കുറേ സങ്കടം പറയും. ജീവിതത്തിലെ പരാധീനതകളും സങ്കടങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ കുറേ സാഹചര്യങ്ങളോടും മനുഷ്യരോടൊക്കെ ചെന്ന് നമ്മുടെ ആവശ്യങ്ങൾ പറയും. കുറേ അന്ധവിശ്വാസങ്ങളിലൊക്കെ പ്രവേശിക്കും. പക്ഷേ കർത്താവ് പറയുന്നത് നിങ്ങൾ എവിടെയും നോക്കണ്ട. നിങ്ങൾ നോക്കേണ്ടത് മനുഷ്യപുത്രൻ ഉയർത്തപ്പെടുന്ന അതിലേക്കാണ്, ആ കുരിശിലേക്കാണ്. അവിടെ ജീവൻ മാത്രമല്ല, നിത്യജീവനും ലഭിക്കും. പ്രിയമുള്ളവർ, ഈ കാഴ്ചകളൊക്കെ ഇനി എവിടെയാണ്? കണ്ണുകളൊക്കെ എവിടെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്? മറ്റെവിടെയും നോക്കാതെ കുരിശിലേക്ക് മാത്രം നോക്കുന്ന കണ്ണുകൾക്ക് ഭാഗ്യമുള്ളവയാണ്. കാരണം അവയ്ക്കിനി നിത്യരക്ഷയുടെയും നിത്യജീവൻ്റെയും കഥകൾ പറയാനുണ്ടാകും. നമ്മളുടെയൊക്കെ ജീവിതത്തിന് ഇനി മാറ്റം സംഭവിക്കേണ്ടത് ഈ കണ്ണുകളുടെ കാഴ്ചകൾക്കാണ്.